വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കൂട്ടാൻ പറ്റുന്ന കുറച്ച് സെറ്റിംഗ്സിനെ പറ്റിയാണ്. സോ ഒട്ടും ലാഗ് ഇല്ലാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഒരുപാട് കൂടുമ്പോൾ, എസ്പെഷ്യലി സി പി യുവിന്റെ ടെമ്പറേച്ചർ ഒരുപാട് കൂടുമ്പോൾ, ലൈക്ക് 95 ഡിഗ്രി ഒക്കെ ആകുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സാണ് തെർമൽ ത്രോട്ട്ലിംഗ്. തെർമൽ ത്രോട്ട്ലിംഗ് എന്ന് പറഞ്ഞാൽ സി പി യുവിന്റെ ടെമ്പറേച്ചേഴ്സ് ഒരുപാട് കൂടിക്കഴിയുമ്പോൾ സി പി യു ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി സി പി യുവിന്റെ ക്ലോക്ക് സ്പീഡ് ഓട്ടോമാറ്റിക്കായി കുറയുന്നു, അഥവാ അണ്ടർ ക്ലോക്കിംഗ് നടക്കുന്നു. ഇങ്ങനെ അണ്ടർ ക്ലോക്കിംഗ് നടക്കുമ്പോൾ നമ്മുടെ ഗെയിമിലെ FPS ഒറ്റയടിക്ക് വളരെയധികം കുറഞ്ഞു പോകുന്നതാണ്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായി പലരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലാപ്ടോപ്പ് കൂളേഴ്സ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം 500-600 റുപ്പീസിന് ലാപ്ടോപ്പ് കൂളേഴ്സ് അവൈലബിൾ ആണ്. എന്നാൽ ഇതും കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഈ ലാപ്ടോപ്പ് കൂളേഴ്സിലുള്ള ഫാനിന്റെ RPM എന്ന് പറയുന്നത് ലാപ്ടോപ്പിന്റെ ഇന്റേണൽസ് കൂളാക്കാൻ മാത്രമുള്ളതൊന്നുമില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഓരോ ലാപ്ടോപ്പിന്റെയും ബാക്ക് സൈഡിലുള്ള എയർ ഇൻടേക്ക് വെന്റ്സ് പല സൈസിലും പല പൊസിഷനിലുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന ലാപ്ടോപ്പ് കൂളർ നിങ്ങളുടെ സ്പെസിഫിക് ലാപ്ടോപ്പിന്റെ എയർ ഇൻടേക്ക് വെന്റ്സിനെ ടാർഗറ്റ് ചെയ്യണമെന്നില്ല. എന്നാൽ RPM കൂടിയ ലാപ്ടോപ്പ് കൂളേഴ്സ് ടെമ്പറേച്ചർ കുറയ്ക്കാൻ തീർച്ചയായും സഹായിക്കും, ബട്ട് ദേ ആർ റിയലി എക്സ്പെൻസീവ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്നറിയും? ജസ്റ്റ് എലിവേറ്റ് യുവർ ലാപ്ടോപ്പ്. നിങ്ങൾ ഗെയിം കളിക്കുന്ന ടൈമിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ഒരു 15-20 ഡിഗ്രി ആംഗിൾ പൊക്കി വെച്ച് ഉപയോഗിക്കുക. അതിന് നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ടുള്ള ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച് ലാപ്ടോപ്പ് ഒന്ന് പൊക്കി വെക്കുക. ഇങ്ങനെ പൊക്കി വെക്കുമ്പോൾ പ്രോപ്പർ എയർ ഫ്ലോ നടന്ന് ഓൾമോസ്റ്റ് 5-10 ഡിഗ്രീസ് ഉറപ്പായിട്ടും ടെമ്പറേച്ചർ കുറയുന്നതാണ്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടും പെർഫോമൻസിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ബട്ട് സ്റ്റിൽ ചിലരെങ്കിലും അത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്: അപ്ഡേറ്റ്സ്. അപ്ഡേറ്റ്സിനെ പറ്റി പറയുമ്പോൾ അവിടെ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്: ഡ്രൈവർ അപ്ഡേറ്റ്സ്, ബയോസ് അപ്ഡേറ്റ് ആൻഡ് വിൻഡോസ് അപ്ഡേറ്റ്. ഈ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്ഡേറ്റ്സ് ഒരെണ്ണം മിസ് ചെയ്താൽ തന്നെ, എസ്പെഷ്യലി ഡ്രൈവർ അപ്ഡേറ്റ്സ് മിസ് ആക്കിയാൽ തന്നെ പെർഫോമൻസിന് അത് നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. അങ്ങനെ അപ്ഡേറ്റ്സ് ഒക്കെ റെഗുലറായി ചെയ്ത് നിങ്ങളുടെ ലാപ്ടോപ്പ് അപ് ടു ഡേറ്റ് ആക്കി വെക്കുന്നത് വഴിയും നിങ്ങളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്പിലെല്ലാം തന്നെ ഉള്ള ഒരു ഹൈബ്രിഡ് ടെക്നോളജിയെ പറ്റിയാണ്: ഒപ്റ്റിമസ്. എന്താണെന്നല്ലേ? ഒപ്റ്റിമസ് എന്ന് പറയുന്നത് പവർ എഫിഷ്യൻസിക്ക് വേണ്ടി ലാപ്ടോപ്പിലെല്ലാം തന്നെ ഉള്ള ഒരു ടെക്നോളജിയാണ്, എസ്പെഷ്യലി ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൽ സി പി യുവിന്റെ കൂടെ തന്നെയുള്ള ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡും ഉണ്ട്. ഒപ്റ്റിമസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പവർ സേവിങ്ങിന് വേണ്ടി ഓട്ടോമാറ്റിക്കായി ഈ രണ്ട് ഗ്രാഫിക്സ് കാർഡ് തമ്മിൽ സ്വിച്ച് ചെയ്യുന്നു. ലാപ്ടോപ്പിൽ സിനിമ കാണുമ്പോഴും യൂട്യൂബ് യൂസ് ചെയ്യുമ്പോഴും എല്ലാം ഒപ്റ്റിമസ് വളരെ യൂസ്ഫുൾ ആണ്, കാരണം പവർ എഫിഷ്യൻസി ഇംപ്രൂവ് ആകും. എന്നാൽ ഗെയിം കളിക്കുന്ന ടൈമിൽ ഒപ്റ്റിമസ് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ്, കാരണം ഗെയിമിംഗ് ടൈമിലും നമ്മുടെ ലാപ്ടോപ്പിലുള്ള രണ്ട് ഗ്രാഫിക്സും ഹൈബ്രിഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് അതിന്റെ ഫുൾ യൂട്ടിലൈസേഷനിലേക്ക് എത്താതെ വരുന്നു. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഗെയിം കളിക്കുന്ന ടൈമിൽ ഹെവി ആയിട്ട് പണിയെടുക്കേണ്ട നമ്മുടെ RTX അല്ലെങ്കിൽ GTX ഗ്രാഫിക്സ് കാർഡ് അതിന്റെ പണി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാതെ വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടേണ്ട പെർഫോമൻസിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാകുന്നു. എന്നാൽ ഇവിടെയാണ് മക്ക് സ്വിച്ച് വരുന്നത്. ഏത് ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യണമെന്ന് മാനുവലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് മക്ക് സ്വിച്ച്. പക്ഷേ മക്ക് സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ്. സോ എല്ലാ ലാപ്ടോപ്പിലും മക്ക് സ്വിച്ച് അവൈലബിൾ അല്ല. സോ നിങ്ങളുടെ സ്പെസിഫിക് ലാപ്ടോപ്പിൽ മക്ക് സ്വിച്ച് അവൈലബിൾ ആണോ എന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലാപ്പിൽ മക്ക് സ്വിച്ച് അവൈലബിൾ ആണെങ്കിൽ ഈസി ആയിട്ട് ഗെയിം കളിക്കുന്ന ടൈമിൽ നിങ്ങളുടെ RTX ഗ്രാഫിക്സ് കാർഡ് മാത്രം ചൂസ് ചെയ്തുകൊണ്ട് അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്. ഇനി മക്ക് സ്വിച്ച് ഇനേബിൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ ഒപ്റ്റിമൈസേഷൻ സോഫ്റ്റ്വെയർ ലൈക്ക് ലെനോവോയുടെ വാൻറ്റേജ്, അസ്യൂസിന്റെ ആർമറി ക്രേറ്റ് ഇവിടെ ചെന്നിട്ട് DGPU ഒൺലി മോഡ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് ഒൺലി മോഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കളിക്കുമ്പോൾ പെർഫോമൻസിൽ തീർച്ചയായും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കൂട്ടാനുള്ള ഒരു കാര്യമൊന്നുമല്ല, പക്ഷേ നിങ്ങളുടെ ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്: FPS ലോക്കിംഗ്. അതായത് നോർമൽ ആയിട്ട് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ FPS അല്ലെങ്കിൽ ഫ്രെയിം റേറ്റ്സ് അൺലോക്ക്ഡ് ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ ഫ്രെയിം റേറ്റ്സിൽ നല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. ഈ ഫ്ലക്ച്വേഷൻസ് എല്ലാം തന്നെ നമുക്ക് ഗെയിം പ്ലേയിൽ ഫീൽ ചെയ്യാൻ പറ്റും, ലൈക്ക് ഫ്രെയിം ഡ്രോപ്സ്, മൈക്രോ സ്റ്റട്ടറിങ്, ഇൻപുട്ട് ലാഗ്. ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ഒരു റഫ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതേ സമയം നമ്മൾ FPS ലോക്ക് ചെയ്ത് കളിക്കുകയാണെങ്കിൽ ഒരു സ്മൂത്തും സ്റ്റേബിളും ആയിട്ടുള്ള ഒരു ഫ്രെയിം റേറ്റ്സ് നമുക്ക് കിട്ടും. FPS ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് MSI ആഫ്റ്റർ ബേണർ യൂസ് ചെയ്യാം. നോർമൽ ആയിട്ട് FPS ലോക്ക് ചെയ്യുമ്പോൾ ഫ്രെയിം റേറ്റ്സ് മാത്രമേ സ്റ്റേബിൾ ആവത്തുള്ളൂ. എന്നാൽ MSI ആഫ്റ്റർ ബേണർ ഉപയോഗിച്ച് FPS ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രെയിം റേറ്റ്സും ഫ്രെയിം ടൈമും ലോക്ക് ആവുന്നതാണ്. MSI ആഫ്റ്റർ ബേണറിന്റെ ഈസി ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. MSI ആഫ്റ്റർ ബേണർ ഓൺ ആക്കുമ്പോൾ തന്നെ താഴെ ടാസ്ക് ബാറിൽ RTSS അല്ലെങ്കിൽ റിവറ്റ് ട്യൂണർ സ്റ്റാറ്റിസ്റ്റിക് സെർവർ പറഞ്ഞ പ്ലഗിനും കൂടെ ഓപ്പൺ ആവുന്നതാണ്. ഈ RTSS ഉപയോഗിച്ചാണ് നമ്മൾ FPS ലോക്ക് ചെയ്യുന്നത്.
ഇവിടെ ഫ്രെയിം റേറ്റ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഏത് FPS-ലാണോ ലോക്ക് ചെയ്യേണ്ടത് ആ നമ്പർ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് ഗെയിമിലെ FPS ഒറ്റയടിക്ക് ലോക്ക് ആക്കാവുന്നതാണ്. പ്ലേ സ്റ്റേഷനിലും എക്സ്ബോക്സിലുമെല്ലാം ഗെയിംസ് എപ്പോഴും ലോക്കായാണ് റൺ ആകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്ലേ സ്റ്റേഷൻ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഗെയിമിംഗ് ലാപ്ടോപ്പിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് അടിപൊളിയാവുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഗെയിമിംഗ് ലാപ്ടോപ്പ് അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ ഉറപ്പായിട്ടും എത്തുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.